ഇന്നത്തെ കേരള ഭരണത്തിൽ നീതി സംവിധാനങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് നീതി ലഭിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരം KSRTC താൽക്കാലിക ബസ് ഡ്രൈവറായിരുന്ന യദു കൃഷ്ണൻ്റെ പീഡനക്കേസിൽ കുറ്റപത്രത്തിൽ നിന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെയും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ഒഴിവാക്കിയെന്ന വാർത്ത. ഈ വാർത്തയ്ക്ക് പിന്നിൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2024 ഏപ്രിൽ 8 തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന യദു കൃഷ്ണൻ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു താൽക്കാലിക ജീവനക്കാരനാണ്, കേവലം 700 സംതിങ് രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ, ബസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ കൈ ഇങ്ങനെ പുറത്തേക്കിട്ട് ആംഗ്യം കാണിച്ചത് അദ്ദേഹം ഓവർടേക്ക് ചെയ്യുന്നതോ അതല്ലെങ്കിൽ അടുത്ത ബസ്സിന് സൈഡ് കൊടുക്കുന്നതോ ആയിരിക്കാം. പക്ഷേ പുറകെ തൊട്ടുപുറകെയൊന്നുമല്ല, വളരെ അകലെ ഓടി വന്ന കാർ ഓടിച്ചുകൊണ്ടിരുന്ന ആ കാറിൻ്റെ ഡ്രൈവറോ മുൻ സീറ്റിലിരുന്നവരോ കണ്ടില്ല. പക്ഷേ പിൻസീറ്റിലിരുന്ന മേയർ ആര്യ രാജേന്ദ്രന് ഒരു ഹാലൂസിനേഷൻ ഉണ്ടായി. ഈ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഭ്രമാത്മകമായൊരു കാഴ്ച, കാണാത്തത് കണ്ടെന്ന് തോന്നുന്ന ഒരവസ്ഥ. അത്തരം ഒരവസ്ഥ അതൊരു മനോരോഗമാണ്. അതിനെക്കുറിച്ചും അതിൻ്റെ സൈക്കോളജിയെക്കുറിച്ചും ഞാനിപ്പോൾ പരാമർശിക്കുന്നില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അത് ഭർത്താവിനോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് സഹോദരി ഭർത്താവാണെന്നാണ് കേൾക്കുന്നത്. എന്തു തന്നെയായാലും ഒരു 5 പേര് സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറ് വളരെ സ്പീഡിൽ ഓടിച്ചു ചെന്ന് ബസ്സിന് മുമ്പിൽ കയറ്റി കുറുകെയിട്ട് തടഞ്ഞുകൊണ്ട് ഇറങ്ങിയ അവരെ ഈ സച്ചിൻ ദേവ് MLA വണ്ടിക്കകത്ത് ഓടി കയറി ജനങ്ങളെല്ലാം, യാത്രക്കാരെയെല്ലാം ഇറക്കി വിട്ട് അയാൾ അവിടെ കാണിച്ചു കൂട്ടാവുന്ന തോന്നിയാസം മുഴുവൻ കാണിച്ചു കൂട്ടി ഭീഷണി നടത്തുമ്പോൾ അവരുടെ ഈ ഡ്രൈവറുടെ മുന്നിൽ നിന്ന് ഡോറ് തുറന്ന് ഡ്രൈവറും ഈ ആര്യ രാജേന്ദ്രനും സംസാരിക്കുന്നതൊക്കെ നമുക്ക് വ്യക്തമായി കേൾക്കുകയും കാണുകയും ചെയ്യാൻ ജനങ്ങളെല്ലാം അത് കണ്ടതും കേട്ടതുമാണ്. അപ്പോൾ യദുവിനെ ഭീഷണിപ്പെടുത്തി ഇതെല്ലാം കഴിഞ്ഞിട്ട് കേസ് കൊടുത്തു. കേസ് അന്വേഷണം വന്നപ്പോൾ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കും എതിരെ ഉണ്ടായ ഗുരുതര ആരോപണവും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. പക്ഷേ ആ കേസ് എങ്ങനെയൊക്കെ അട്ടിമറിക്കപ്പെട്ടു, എങ്ങനെയൊക്കെ അതിൻ്റെ നാൾവഴികൾ കടന്നുപോയെന്ന് ചോദിച്ചാൽ യദുകൃഷ്ണനോടൊപ്പം ഉണ്ടായിരുന്ന കേസ് പറഞ്ഞ വക്കീലും അവരുടെ ന്യായാധിപനും ഒക്കെ പറഞ്ഞതും വിധിയും എല്ലാം നമ്മൾ കേട്ടും കണ്ടുകൊണ്ടുവരുന്നതാണ്. പക്ഷേ ഒടുവിൽ എന്ത് സംഭവിച്ചു? വർഷം ഏതാണ്ട് 1.5 കഴിഞ്ഞപ്പോഴേക്ക് കേസ് ആകെ തലകുത്തി മറിഞ്ഞ് കീഴ്മേൽ മറിഞ്ഞു. അതല്ലെങ്കിൽ തന്നെയും യദുവിന് അന്ന് മുതലേ KSRTC പിരിച്ചുവിട്ടു. ഈ ബസ്സിനകത്ത് എന്ത് സംഭവമാണ് നടന്നതെന്ന് അറിയുന്നതിനുള്ള മെമ്മറി കാർഡ് കണ്ടെത്താനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ട് മെമ്മറി കാർഡില്ല. ബസ്സിനകത്ത് മെമ്മറി കാർഡ് എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുമില്ല. KSRTC അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ല. CBI വന്നാൽ പോലും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ആ രീതിയിൽ ലോകത്തൊരു മനുഷ്യനും അറിയാതെ ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി, അതല്ലെങ്കിൽ ആരും അടിച്ചു മാറ്റി. ആരാണത് അടിച്ചു മാറ്റിയെന്നുള്ളതിന് ഇന്നും യാതൊരു തെളിവുമില്ല. ഒരു കാലത്തും ഒരു തെളിവ് ഉണ്ടാകാനും പോകുന്നില്ല. അതായത് ഈ നമ്മുടെ ചാണക്യൻ എന്ന മഹാൻ പറഞ്ഞത്, ഭരണത്തിലിരിക്കുന്നവർ എപ്രകാരമാണോ അഴിമതി നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അത് കടലിൽ കിടക്കുന്ന മത്സ്യം വെള്ളം കുടിക്കുന്നത് പോലെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ ഇതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ കടലിൽ കിടക്കുന്ന മത്സ്യം വെള്ളം കുടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇത്തരം അസാധാരണമായ സംഭവങ്ങളാണ് പിണറായി ഭരണത്തിൽ എന്നും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവ് MLAയും ഒഴിവാക്കിക്കൊണ്ട് ഈ സച്ചിൻ ദേവ് MLAയുടെയോ അതോ ആര്യ രാജേന്ദ്രൻ്റെ ഒരു സഹോദരൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് ചുമത്തിയിട്ടുണ്ടെന്നാണ് വാർത്തയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. വളരെ രസകരമായ സംഭവമല്ലേ? വിചിത്രമായ സംഭവമല്ലേ? കേരളത്തിലല്ല, ലോകത്ത് എവിടെയെങ്കിലും ഇങ്ങനെ നടക്കുമോ? ഇന്നോളം ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ കൈവിട്ട് കാണിച്ചത് 1 കിലോമീറ്റർ ദൂരെ കൂടെ വന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ഹാലൂസിനേഷൻ തോന്നിയ സംഭവം ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപാട് കേസുകൾ കേരളീയർ കേട്ടിട്ടുണ്ട്, ഇന്ത്യക്കാർ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു കേസ് നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? എന്ത് തന്നെയായാലും ഈ യദു എന്ന ചെറുപ്പക്കാരൻ അന്ന് മുതൽ ഇന്ന് വരെയും പീഡിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സമൂഹത്തിൽ. ഇപ്പോൾ അവസാനം അവന് നീതിയില്ല, നിഷേധിച്ചിറക്കി വിട്ടിരിക്കുന്നു.
കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്ന പോലീസുകാർ ചെയ്തു വെച്ച പണി. പോലീസ് മന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ ഭരിക്കുന്നിടത്തോളം കാലം ഇവിടെ പൊതുജനങ്ങൾക്ക് നീതി കിട്ടുമെന്ന് വിശ്വസിക്കുക തന്നെ അസാധ്യമാണ്. ഇതിൻ്റെ അവസാനം ചുരുക്കി പറഞ്ഞാൽ, എനിക്ക് യദുവെന്ന് പറയുന്ന പാവപ്പെട്ട പയ്യനോട് അവൻ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനയും പീഡനവും കൃത്യമായി വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും കൊണ്ടിരുന്ന എനിക്ക് വളരെ കൂടുതൽ സഹതാപവും സ്നേഹവും അവനോടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നു മോനെ, ഞാൻ തന്നോട് പറയട്ടെ സഹോദര, ആകാശത്ത് കയറി കമ്പക്കെട്ട് കാണിച്ചാലും താഴെ വന്നേ സമ്മാനമുള്ളൂ. അതുപോലെ ആര്യ രാജേന്ദ്രനോട് എനിക്ക് പറയാനുള്ളത്, മോളെ ആര്യ രാജേന്ദ്ര, ഓർമ്മ വെച്ചോണം, ചതി കുടിയെടുത്തുമെന്നാണ് പ്രമാണം. പതനം നമ്മൾ കാണും. ഈ കേരള ജനത കാത്തിരിക്കുന്നു, ഞാനടക്കമുള്ള കേരള ജനത, തൻ്റെ രാഷ്ട്രീയ ഭാവിയുടെ ചരിത്രമൊന്നറിയാൻ. അറിഞ്ഞ് നമുക്ക് കാത്തിരുന്ന് കോടതി വെറുതെ വിട്ടാലും ലോകം വെറുതെ വിട്ടാലും ഈ എന്താണ് പറയുന്നത്, താൻ നിരന്തരം ചെയ്യും കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരൂ. പി ദിവ്യ അനുഭവിക്കുന്ന കണ്ടല്ലോ. അതുപോലെ നമുക്ക് കാത്തിരുന്ന് കാണാം. ചതി കുടിയെടുത്തും എന്ന് ഓർമ്മ വെച്ചോ. ശരി, ഓക്കെ, ഗുഡ് ബൈ.